കുരുമുളകിന്മേലുള്ള അവധി വ്യാപാരം പുനരാരംഭിച്ച് കമ്മോഡിറ്റി എക്സ്ചേഞ്ചായ NCDEX കൊച്ചി വിപണി ആസ്ഥാനമാക്കിയാണ് വില തീരുമാനിക്കുക. ഏലം, റബ്ബർ എന്നിവയിലും അവധി വ്യാപാരം തുടങ്ങാൻ NCDEX-ന് പദ്ധതിയുണ്ട്. സാധാരണക്കാർക്കും ചെറുകിട സംരംഭകർക്കും ധനവിപണിയിലെ നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി ഹർ ഘർ ഇൻവെസ്റ്റ്മെന്റ് ക്യാമ്പയിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രമുഖ കമ്മോഡിറ്റി എക്സ്ചേഞ്ചായ NCDEX. ചെറുപട്ടണങ്ങളിലെയും ഗ്രാമീണ മേഖലകളിലെയും ആളുകൾക്ക് സുരക്ഷിത നിക്ഷേപം നടത്താൻ അവസരമൊരുക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതോടൊപ്പം ആഗോള വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള കുരുമുളകിന് അവധി വ്യാപാരം പുനരാരംഭിക്കുകയാണ് കമ്പനി. ജൂലൈ 15 മുതൽ ഫെബ്രുവരി ഒഴികെയുള്ള എല്ലാ മാസവും കരാറുകൾ ലഭ്യമാകും. കൊച്ചി മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വില നിശ്ചയിക്കുക. So we are actually creating a new distribution channel for the mutual fund industry. We are not only giving a new platform, we are also creating a new distribution channel which will increase the base of the mutual fund industry. So we are trying to do that. Today, regional rural banks don't have any digital platform to go and do the mutual fund. So I am bringing my platform to that guy also, who at a remote location sitting also will get that NAV at the end of the day, like a guy buying a mutual fund unit in Mumbai will get. രാജ്യത്തെ ആകെ കുരുമുളക് ഉൽപ്പാദനത്തിന്റെ 90% കേരളത്തിലും കർണാടകയിലുമാണ്. അതിനാലാണ് കൊച്ചി കേന്ദ്രീകരിച്ച് കുരുമുളക് അവധി വ്യാപാരം നടത്തുന്നത്. 13 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് കുരുമുളക് അവധി വ്യാപാരം വീണ്ടും ആരംഭിക്കുന്നത്. കുരുമുളക് കർഷകർ, വ്യാപാരികൾ, കയറ്റുമതിക്കാർ, സംസ്കരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടും. വിപണിയിലെ ചാഞ്ചാട്ടം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതോടൊപ്പം സുതാര്യമായ വിലനിർണ്ണയം ഉറപ്പാക്കാനും കഴിയുമെന്നതാണ് പ്രത്യേകത. കൊച്ചിയുടെ പഴയകാല കുരുമുളക് വ്യാപാര പ്രതാപം വീണ്ടെടുക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കൊച്ചി.